കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ ഒരു തയ്യൽ പണിയിലാണേ. അഴിച്ച് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പം അത് അഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഇടാൻ വന്നതാണ്. ഇന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലേ, ഇന്ന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ പോവുകയാണേ. നാളെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കൂളിൽ പോകണം, ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണം. പിള്ളേരുടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഓടണമല്ലോ. അപ്പം അതിന് വേണ്ടി പോകണം. എന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞ് കുഞ്ഞുമാവനെയൊക്കെ വെച്ചിട്ടിടാനായിട്ട് ബുദ്ധിമുട്ടായി. പിന്നെ തയ്ക്കാനുണ്ടാവും. കിട്ടുന്ന സമയത്ത് തയ്ക്കാൻ നോക്കും, റീലിടാൻ നോക്കും, പോസ്റ്റ് ഇടാൻ നോക്കും. പിന്നെ ബാക്കിയുള്ള വീട്ടിലെ ജോലികളൊക്കെ നമുക്ക് ചെയ്യേണ്ട, അതുകൊണ്ട് ഇടുന്നില്ല. ചില ആൾക്കാർക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവരുടെയും അല്ല. ചില ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും, ഇവൾക്ക് എന്താണ് ഈ ജോലിയൊന്നും ഇല്ലാതെ കുത്തിപ്പിടിച്ച് ഇവിടെ ഇത് ഇടുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ഒരു സന്തോഷം അതാണ്. പിന്നെ നമുക്ക് വരുമാനം ഒന്നും കിട്ടുകയാണെങ്കിൽ അതും ആയിക്കോട്ടെ എന്നുകൊണ്ട് ഒരു സൈഡിൽ അതുകൊണ്ട് പിന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം, അതൊക്കെയുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോയും റീലും ഒക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ അടുത്ത് നേരിട്ടും ചോദിക്കാറുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. പണി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏട്ടനാണെങ്കിലും ഇവിടുന്ന് ജോലിക്കും ഷിഫ്റ്റ് അനുസരിച്ച് ജോലിക്ക് പോകും. പിന്നെ എന്താ, കുട്ടികളുണ്ട്, രാവിലെ മൂത്തോളം സ്കൂളിൽ പോകും, പിന്നെ ഇളയാളേ ഉള്ളൂ. അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാൻ എടുക്കുന്നതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ എപ്പോഴും ഒരു രസമല്ലേ? ഏട്ടൻ്റെ പെർമിഷൻ ഉണ്ടല്ലോ ചെയ്തു, പിന്നെ എന്ത് വേണം അല്ലേ? അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഈ വീഡിയോ ആയിട്ട് വന്നതേ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് കരുതിയേ. കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയണമെന്നില്ല, എങ്കിലും ഇന്നത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത്, അതായത് പൊന്നൂസിൻ്റെയൊക്കെ പ്രായമുള്ള പിള്ളേരോടൊന്നും പെട്ടെന്ന് ചോദിച്ചാലൊന്നും അവർക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ കുസൃതി ചോദ്യമോ കടങ്കഥയൊന്നും പറഞ്ഞ് നടക്കാറില്ല. അല്ല, ഒന്നെങ്കിൽ അവർക്ക് ഗെയിം, TV, അങ്ങനെ കളികളാണെങ്കിലും കൂടുതലായിട്ടില്ലല്ലോ. അപ്പം ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം കമൻ്റായിട്ട് ഇടണം കേട്ടോ. എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞോ? കഴിച്ചല്ലേ? ഞാനും കഴിക്കുകയൊക്കെ ചെയ്തേ. ഞങ്ങൾക്ക് ഇന്നിവിടെ കഞ്ഞിയായിരുന്നേ. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയാണ് ആൾക്ക് ഇഷ്ടം. കഞ്ഞി, അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ ഓക്കെ അയാൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കഞ്ഞി ആക്കിയതേ. കുഞ്ഞവൾക്കും കഞ്ഞി ഇഷ്ടമാണ്. ഞങ്ങൾ കഞ്ഞിയാക്കി വൈകുന്നേരം. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുക, രണ്ടാളും കിടന്നുറങ്ങി. എന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഒരു വീഡിയോ ഇടാം, എൻ്റെ പണി നടക്കും, വെറുതെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു രസമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാം കേട്ടോ. എന്താ പറയണ്ടേ, ഒരു പലഹാരം നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ആ പലഹാരത്തിൻ്റെ പേരിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ കുഴപ്പമാകും. അതെന്താ? ഉത്തരം ഒന്ന് കമൻ്റായിട്ട് ഇടാവോ? ആരും ചീത്ത വിളിക്കല്ലേ, ഒരു രസത്തിന് ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും വഴക്കുണ്ടാക്കല്ലേ കേട്ടോ. വഴക്കുണ്ടാക്കണം എന്നുള്ളൊരു വഴക്കുണ്ടാക്കിക്കോ, അല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ്? കമൻറ്റ് വഴക്കായിട്ട് ഇടണമെന്നുള്ള ആൾക്കാർക്ക് ഇടാമല്ലോ. നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് കിട്ടിയാലും ഞാൻ വീഡിയോ ഇടുന്ന നിർത്തത്തില്ല, ഉള്ള കാര്യം പറയുക. അപ്പോൾ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ കാണാം. ഓക്കെ.